ഹായ്, നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോഷ്യ ടോപ്സിൻ്റെ കുറച്ച് കളക്ഷനുമായിട്ടോ വന്നിട്ടുള്ളത്. ഒരു S to M സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡെനിംസിനൊക്കെ വെയർ ചെയ്യാനും അല്ലെങ്കിൽ ലെയർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ വന്നിട്ടുള്ള ടോപ്സാണ്. എല്ലാം തന്നെ 520 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. ഇങ്ങനൊരു പാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ജോർജറ്റ് ഫാബ്രിക്കിലാണ്, ഫുൾ സ്ലീവ് പോലെ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഇലാസ്റ്റിക് ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബേസിലാട്ടോ. ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. നല്ല ഡീറ്റെയിലിങ്ങിലാണ് ആ ഒരു ക്രോഷ്യ വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ബട്ടൺസ് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഫുള്ളായിട്ടും ഓപ്പൺ ചെയ്ത് ഒരു ഷ്രഗ് പോലെ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് പോലെ വെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് കംപ്ലീറ്റ് ആയിട്ടും ക്രോഷ്യയാണ് വരുന്നത്. ഇതേപോലെ ക്രോഷ്യയാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് വരുന്നില്ല, ജസ്റ്റ് വൈറ്റ് മാത്രം. ഇതിനും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ജോർജറ്റിൽ ഒരു ഓഫ് വൈറ്റ് സ്ലീവാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതും 520 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രോപ്പ് ഒരു മോഡലിൽ വന്നിട്ടുള്ള ക്രോഷ്യ ടോപ്പാണ് കേട്ടോ. വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പോലെ മൾട്ടി കളറിലൊരു ക്രോഷ്യയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ട് ഫുൾ ക്രോഷ്യ വർക്കാണ് വന്നിട്ടുള്ളത്. ഇതിനൊരു ഷോർട്ട് സ്ലീവ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലെവൽ വരെ വരുന്ന സ്ലീവും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന എല്ലാം തന്നെ 520 പ്രൈസ് റേഞ്ചിലാണ്. ഒരു S to M സൈസ് വരെ ഉള്ളവർക്കാണത് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒരു സ്ക്വയർ നെക്ക് പാറ്റേണിൽ വന്നിട്ടുള്ള ടോപ്പാട്ടോ. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുറച്ചൊരു ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ്. നമുക്ക് ഹൈ വേസ്റ്റ് ഡെനിംസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ നല്ല ഡീറ്റെയിലിങ്ങോട് കൂടി ക്രോഷ്യയുടെ മേലെ ചെറിയൊരു മെഷീൻ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിനും ആ ഒരു ഷോർട്ട് സ്ലീവ്സ് ആണ്. ഇവിടെ ഇലാസ്റ്റിക് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ അല്ല, ഫ്രണ്ടിലുള്ള സെയിം വർക്ക് തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് കുറച്ചൊരു പെപ്ലം ടോപ്സിൻ്റെ കാറ്റഗറി കേട്ടോ. അതേപോലെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ വരെ ക്രോഷ്യ ലേസിൻ്റെ വർക്കും അതും മൾട്ടി കളർ ത്രെഡ്സ് വെച്ചിട്ടാണ് ആ വർക്ക് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് ഒരു ജോർജറ്റ് ഫാബ്രിക്, സ്ലീവിൻ്റെ സെയിം ജോർജറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ് അടിഭാഗത്തേക്ക് വരുമ്പം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ നെക്കാണ്. ഫ്രണ്ടും ബാക്കും സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയ സ്ലീവ്സ് വിത്ത് ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് അല്ലേ. ഇത് കുറച്ചും കൂടി ഒരു മൈൽഡ് ആയിട്ടുള്ള കളേഴ്സാണ്. ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് പിങ്കിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. അടിഭാഗത്തേക്ക് ഓഫ് വൈറ്റിൻ്റെ ആ ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക് ഫിനിഷ് വന്നിട്ടുണ്ട്. ഇതേപോലെ കുറച്ചും കൂടി ബ്രൗൺസും യെല്ലോസൊക്കെ വന്നിട്ടുള്ള രീതിയിലാണ്. എല്ലാം തന്നെ പെപ്ലം ടോപ്പ് കാറ്റഗറിയിൽ തന്നെ സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ ഒരു കളക്ഷനിൽ ലാസ്റ്റ് വൺ കേട്ടോ വരുന്നത്. ഇതേപോലെ ഒരു ടോപ്പ് പോർഷൻ ഫുള്ളായിട്ടും ക്രോഷ്യ വർക്കും അടിഭാഗത്തേക്ക് ആ ഒരു ജോർജറ്റിൻ്റെ ഒരു ഇതുമാണ് വന്നിട്ടുള്ളത്. എല്ലാം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക്